നമസ്കാരം. മാന്യപ്രേക്ഷകർക്ക് ഇന്നത്തെ സംസ്കൃതിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ക്ഷേത്രങ്ങൾ നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. ചെറുതും വലുതുമായ നിരവധി ക്ഷേത്രങ്ങളാൽ സമ്പന്നമാണ് നമ്മുടെ അനന്തപുരി. ഒരു ക്ഷേത്രം മഹാക്ഷേത്രമായി മാറുന്നതിന് നിരവധി മാനദണ്ഡങ്ങളും താന്ത്രിക വിധിപ്രകാരങ്ങളുമുണ്ട്. വെൺപാലവട്ടം ദേവീക്ഷേത്രത്തിൻ്റെ മാഹാത്മ്യത്തെക്കുറിച്ചും വളർച്ചയെക്കുറിച്ചുമാണ് ഇന്നത്തെ സംസ്കൃതി ആദ്യം ചർച്ച ചെയ്യുന്നത്. ഭാസ്കരായ വിദ്മഹേ മഹദ്യുതികരായ ധീമഹി തന്നോ ആദിത്യ പ്രചോദയാത്. ഓം ശ്രീ സൂര്യനാരായണ സ്വാമിനേ നമഃ. വെൺപാലവട്ടം ശ്രീ ഭഗവതി ക്ഷേത്രം 1000ഓളം വർഷങ്ങളുടെ പഴക്കമുള്ള അതിപുരാതന ക്ഷേത്രമാണിത്. ജനങ്ങൾക്ക് ഏറെ സുപരിചിതമായ ക്ഷേത്രം. റോഡിനിരുവശങ്ങളിലായി സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം ഏവരെയും ഒറ്റ നോട്ടത്തിൽ തന്നെ ആകർഷിക്കും. ഭഗവതിയും ഭദ്രകാളിയുമാണ് ക്ഷേത്രത്തിലെ മുഖ്യപ്രതിഷ്ഠകൾ. എന്നാൽ നൂറ്റാണ്ടുകളുടെ പഴക്കം അവകാശപ്പെടാവുന്ന ഈ ക്ഷേത്രം ഇനി തലസ്ഥാനവാസികൾക്ക് ഓർമ്മ മാത്രമാകും. ക്ഷേത്രം കെട്ടിലും മാട്ടിലും ആകെ മാറുകയാണ്. ഒരു മഹാക്ഷേത്രമായി മാറാൻ തയ്യാറെടുക്കുകയാണിപ്പോൾ. അതിനു മുന്നോടിയായുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞു. പഴയ ക്ഷേത്രം മഹാക്ഷേത്രമായി മാറുമ്പോൾ കോടികളുടെ നിർമ്മാണ ചെലവാണ് പ്രതീക്ഷിക്കുന്നത്. ഒരു ക്ഷേത്രം മഹാക്ഷേത്രമായി പുനരുദ്ധരിക്കപ്പെടുമ്പോൾ നിരവധി കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ക്ഷേത്രത്തിൽ ആരാധിച്ചുകൊണ്ടിരുന്ന വിഗ്രഹം മുതൽ ക്ഷേത്ര പൂജാതി കാര്യങ്ങൾക്കും മറ്റും വരെ കാതലായ മാറ്റങ്ങൾ സംഭവിക്കുന്നു എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. മഹാക്ഷേത്രത്തിന്റെ അളവിലാണ് ക്ഷേത്രത്തിന്റെ പണി പുരോഗമിക്കുന്നത്. വെൺപാലവട്ടം ഭഗവതി ക്ഷേത്രം ഉദ്ദേശം 1000ഓളം വർഷം പഴക്കമുള്ളതാണ് ഈ ക്ഷേത്രം. ഇതിൻ്റെ പുനരുദ്ധാരണ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ബ്രഹ്മശ്രീ മധുസൂദനൻ തന്ത്രിയുടെ പുതുമന മധുസൂദനൻ തന്ത്രിയുടെ നേതൃത്വത്തിൽ മുഖ്യ കാർമ്മികത്വത്തിലാണ് ക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങുകളും മറ്റും ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാണിപ്പയ്യൂർ കൃഷ്ണൻ കാണിപ്പയ്യൂരിൻ്റെ നേതൃത്വത്തിലാണ് ഇതിൻ്റെ കംപ്ലീറ്റ് പ്ലാൻ, പുതിയ ക്ഷേത്രത്തിൻ്റെ പ്ലാനും കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു മഹാക്ഷേത്രത്തിൻ്റെ അളവിലാണ് വെൺപാലവട്ടം ഭഗവതി ക്ഷേത്രം പുതുതായി നിർമ്മിക്കുന്നത്. മുൻപുണ്ടായിരുന്നത് ധാരു പ്രതിഷ്ഠയായിരുന്നു. ധാരു പ്രതിഷ്ഠ തടിയിൽ നിർമ്മിച്ചിട്ടുള്ള വിഗ്രഹമാണ് ധാരു. അത് മാറ്റിയിട്ട് ശിലയിൽ പുതിയ വിഗ്രഹങ്ങൾ ദുർഗയുടെയും ഭദ്രകാളിയുടെയും യക്ഷിയമ്മയുടെയും പുതുതായി സ്ഥാപിക്കുകയാണ്. കൂടാതെ മാടനും രക്ഷപാലകൻ്റെയും വിഗ്രഹങ്ങൾ പുതിയ ക്ഷേത്രത്തിൽ സ്ഥാപിക്കുന്നുണ്ട്. ഇത് മഹാക്ഷേത്രത്തിൻ്റെ അളവിൽ മാത്രമല്ല, ചടങ്ങുകളും തുടർന്നുള്ള ചടങ്ങുകളും എല്ലാം തന്നെ മഹാക്ഷേത്രത്തിൻ്റെമായി അനുബന്ധപ്പെട്ടതായിരിക്കും. 3 നേരം ശിവേലിയുള്ള മഹാക്ഷേത്രങ്ങളുടെ കണക്കനുസരിച്ചാണ് ഈ ക്ഷേത്രം ഇന്ന് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. ഏകദേശം ക്ഷേത്ര നിർമ്മാണ പ്രവർത്തനങ്ങൾ തീരുമ്പോൾ 5 കോടി രൂപയോളം ഈ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണ ചിലവ് വരുമെന്നാണ് എസ്റ്റിമേറ്റ് ചെയ്തിരിക്കുന്നത്. നിർമ്മാണ പ്രവർത്തനത്തിൻ്റെ പകുതി മാത്രമേ ഇപ്പോഴും ആയിട്ടുള്ളൂ. കാണിപ്പയ്യൂർ മകൻ ശ്രീ കൃഷ്ണൻ നമ്പൂതിരിയാണ് ക്ഷേത്രത്തിന്റെ സ്ഥപതി. ക്ഷേത്രത്തിന്റെ തന്ത്രിയായി നിയമിതനായിരിക്കുന്നത് ബ്രഹ്മശ്രീ പുതുമന മധുസൂദനൻ നമ്പൂതിരിയാണ്. ഇവിടെ ദാരു പീഠങ്ങളിലാണ് ആചരിച്ചു വന്നിരുന്നത്. ദാരു എന്ന് പറഞ്ഞാൽ തടി. അതിൻ്റെ ജീർണത കൊണ്ടും ഭാവിയിൽ ക്ഷേത്രത്തിൻ്റെ സർവതോമുഖമായ ഐശ്വര്യങ്ങൾ ലഭിക്കുന്നതിലേക്കൂടെ വേണ്ടിയിട്ടാണ് നൂതനമായ വിഗ്രഹത്തിലേക്ക് ഈ ചൈതന്യങ്ങളെ ആവാഹിച്ച് ശിലാവിഗ്രഹത്തിൽ പ്രതിഷ്ഠിക്കപ്പെടുകയാണ്. കേരളത്തിലെ താന്ത്രിക ശ്രേഷ്ഠന്മാരുടെ ഒരു നിര തന്നെ, അതായത് ഒരു 12 തന്ത്രിമാരും അതിനോടൊപ്പമുള്ള പരികർമ്മികളെയും കൊണ്ടും
ദൈവജ്ഞന്മാരുടെ സാന്നിധ്യത്തിലും വേദഘോഷങ്ങളുടെ അകമ്പഴോടെയാണ് 22-ാം തീയതി ജൂൺ മാസം സമാരംഭിച്ചത്. അതിശ്രേഷ്ഠമായിട്ടുള്ള താന്ത്രിക ആചാര അനുഷ്ഠാനങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഈ പ്രദേശത്ത് തന്നെയും ദേവിയുടെ ചൈതന്യം പരിലസിക്കത്തക്ക വിധത്തിൽ ഉള്ള കർമ്മങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. മഹാക്ഷേത്രങ്ങളിൽ എന്ന പോലുള്ള പൂജാതി കാര്യങ്ങളായിരിക്കും ഇനി മുതൽ വെൺപാലവട്ടം ദേവീക്ഷേത്രത്തിൽ അനുവർത്തിക്കുന്നത്. വെൺപാലവട്ടം ദേവീക്ഷേത്രത്തിന്റെ ശില്പി ശ്രീ നാരായണമൂർത്തിയാണ്. പുതിയ ക്ഷേത്രത്തിനാവശ്യമായ വിഗ്രഹങ്ങൾ പണികഴിപ്പിച്ചത് മയിലാടിയിൽ നിന്നുമാണ്. ഒരു ക്ഷേത്ര പുനരുദ്ധാരണത്തിന്റെ പ്രധാന ചടങ്ങ് ശില്പത്തിന്റെ കണ്ണു തുറക്കൽ എന്നതാണ്. ശില്പങ്ങളുടെ കണ്ണു തുറന്ന ശേഷം അത് യജമാനന് സമർപ്പിക്കുകയാണ് ആദ്യം ചെയ്യുന്നത്. പിന്നീട് ആ വിഗ്രഹം തന്ത്രിയെ ഏൽപ്പിക്കുകയും ചെയ്യുന്നു. ക്ഷേത്രത്തിന്റെ ബാഹ്യമായ ശില്പനിർമ്മാണ രീതി ക്ഷേത്രശില്പി ശ്രീ നാരായണമൂർത്തിയുടെ ദർശനത്തിൽ ലഭിക്കുന്ന ഒന്നാണ്. സാധാരണ രീതിയിലുള്ള ഒരു അമ്പലമല്ല ഇത്. റോഡ് ലെവലിൽ നിന്ന് നേരത്തെ ഇവിടെ ഒന്ന് ശരിക്കും പറയുകയാണെങ്കിൽ ഇവിടെ ഒരു അമ്മയുടെ ഭയങ്കര അനുഗ്രഹമാണ്. നമ്മളിതൊന്നും ഉദ്ദേശിച്ചതല്ല. ഓരോ ഘട്ടത്തിലും ഓരോ ഇത് നമുക്ക് തരികയാണ്. അപ്പോൾ അങ്ങനെ ബിസാർ ഇങ്ങനെ പറഞ്ഞപ്പം കാണിപ്പേരുടെ ഡിസൈനാണ്. അപ്പോൾ ഇവിടെ വന്ന് അളന്ന് അതിൻ്റേതായിട്ടുള്ള ആദ്യ ശ്രീകോവിലിൻ്റെ ഡിസൈൻ ചെയ്തു. പിന്നെ ഡിസൈൻ കോവിൽ പൊക്കണമെന്ന് പറഞ്ഞു. പിന്നെ അതിൻ്റെ രീതിയിലുള്ള ചുറ്റമ്പലം, ശിവലിപ്പര, ബാക്കി കൊടിമരം, ബലിക്കല്ലുകൾ, മഹാബലിക്കല്ല്, അങ്ങനെയുള്ള ഓരോ അവയവങ്ങളും ശരിക്കും മഹാക്ഷേത്രത്തിൻ്റെ ഡിസൈനാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. തന്ത്രിയുടെ കൈവശം ലഭിച്ച വിഗ്രഹങ്ങൾക്കുള്ള മറ്റൊരു പ്രധാന ചടങ്ങ് താന്ത്രിക വിധി പ്രകാരം 3 ദിവസം 3 യാമങ്ങൾ ജലാധിവാസം ചെയ്യുക എന്നതാണ്. ഗംഗയെയും വരുണനെയും ആവാഹിച്ച് പൂജിച്ച ജലാശയത്തിൽ 3 ദിവസം വിഗ്രഹങ്ങൾ നിക്ഷേപിക്കുന്നു. 3-ാം ദിവസം വിഗ്രഹമെടുത്ത് പുനഃപ്രതിഷ്ഠ നടത്തുന്നു. നൂതനമായ വിഗ്രഹം നമ്മൾ 3 ദിവസം ജലാധിവാസം ചെയ്യണമെന്നാണ് തന്ത്രശാസ്ത്രം അനുശാസിക്കുന്നത്. അതനുസരിച്ച് നമ്മൾ ഗംഗയും വരുണനെയും എല്ലാം ആവാഹിച്ച് പൂജിച്ചതായിട്ടുള്ള ജലാശയത്തിങ്കൽ ആ ബിംബങ്ങളെ നിക്ഷേപിച്ചിരിക്കുകയാണ്. 3 ദിവസം 3 യാമങ്ങൾ ആ കുളത്തിലും ജലാധിവാസത്തിലും കിടക്കുന്നു. അതിനുശേഷം 28-ാം തീയതി വൈകുന്നേരം 5 മണിക്ക് ജലാധിവാസത്തിൽ നിന്നും വിഗ്രഹം എടുത്ത് ശോധനാദികൾ ചെയ്ത് ബിംബ ശുദ്ധി കലശാഭിഷേകം നടത്തിക്കൊണ്ട് ചൈതന്യപൂർണ്ണമാക്കിക്കൊണ്ട് ശയ്യയിൽ കിടത്തുന്ന താന്ത്രികമായ കർമ്മങ്ങളാണ് ഈ 28-ാം തീയതി നടത്തപ്പെടുന്നത്. 28-ാം തീയതി വൈകുന്നേരം 5 മണിക്ക് ജലാധിവാസത്തിൽ നിന്ന് വിഗ്രഹങ്ങൾ എടുക്കുന്നു. അത് തന്ത്രശാസ്ത്രമനുസരിച്ചുള്ള കർമ്മങ്ങളും ഒക്കെ അതിനോടൊപ്പം തന്നെ നടത്തപ്പെടും. ജൂലൈ 2-ാം തീയതി ഭഗവതി നടയിലും ഭദ്രകാളി നടയിലും നടക്കുന്ന പൂജകളോടുകൂടി 11 ദിവസം നീണ്ടുനിന്ന ഉത്സവത്തിന്റെ സമാപനമാകുന്നു. അനന്തപുരിയുടെ മണ്ണിൽ മറ്റൊരു മഹാക്ഷേത്രം കൂടി പിറവികൊള്ളുകയാണ്. ഓം ഭാസ്കരായ വിദ്മഹേ മഹാദ്യോതികരായ ധീമഹി തന്നോ ആദിത്യ പ്രചോദയാത്. ഓം ശ്രീ സൂര്യനാരായണ സ്വാമിനേ നമഃ.